ഹൃദ്രോഗികളെ വലച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയാ പ്രതിസന്ധി. ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗത്തിലെ 2 ഓപ്പറേഷൻ തിയേറ്ററുകളിൽ 1 അടച്ചിട്ടിട്ട് മാസം 2ആയി. എയർ കണ്ടീഷൻ സംവിധാനം തകരാറിലായതോടെയാണ് ഓപ്പറേഷൻ തിയേറ്റർ അടച്ചത്. നിലവിൽ ഒരു ഓപ്പറേഷൻ തിയേറ്റർ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഓപ്പൺ ഹാർട്ട് സർജറിക്കായടക്കം 250 മുതൽ 300ഓളം രോഗികളാണ് കാത്തിരിക്കുന്നത്. ജനം എക്സ്ക്ലൂസീവ് വാർത്തയുടെ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുകയാണ്. പ്രശാന്ത്, നോക്കൂ, ഹൃദയ ശസ്ത്രക്രിയ എത്രമാത്രം വേഗത്തിൽ ചെയ്യേണ്ട ഒന്നാണ്, അതായത് ആ രോഗികളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. അപ്പോഴാണ് AC തകരാറിലായി എന്ന കാരണത്താൽ ഒരു ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിടുന്നത്. അത് തുറന്നിട്ട് 2 മാസമായി എന്നോർക്കണം. എന്തൊക്കെ തള്ളാണ് ഇവിടെ ആരോഗ്യമന്ത്രി നടത്തുന്നത്. കഴിഞ്ഞ ദിവസവും ആരോഗ്യമന്ത്രി വീണ്ടും മത്സരിക്കും എന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ട്. കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച മന്ത്രിയാണ് വീണ ജോർജ് എന്ന്. നോക്കൂ, ഹൃദ്രോഗികൾക്ക് പോലും ഓപ്പറേഷൻ നടത്താൻ പോലും സംവിധാനമില്ലാത്തൊരവസ്ഥയാണ് കേരളത്തിൽ. അതാകട്ടെ AC കേടായതുകൊണ്ട് അടച്ചിട്ടിട്ട് 2 മാസമായി എന്നോർക്കണം. പ്രശാന്ത്, കൃഷ്ണരാജ്, നമ്മൾ ഈ നിമിഷം സംസാരിക്കുമ്പോൾ വരുന്ന വാർത്തകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മരണപ്പെട്ടുപോയ വേണുവിൻ്റെ മരണത്തിന് കാരണം ഗുരുതര ചികിത്സാ പിഴവാണ് എന്നൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, വീഴ്ചകൾ തുടർക്കഥയാകുന്നു എന്നതിന് ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ഏറ്റവും പുറത്തു വരുന്ന വിവരങ്ങൾ കൂടി ഈ മനസ്സിലാക്കുന്നത്. അതായത് പുതിയതായിട്ട് പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് കാർഡിയോ തൊറാസിക് വാർഡ് വിഭാഗത്തിൽ 2 ഓപ്പറേഷൻ വാർഡുകളുണ്ട്. 2 ഓപ്പറേഷൻ വാർഡുകളിൽ ഒന്നാണ് ഇത്തരത്തിൽ AC സംവിധാനം തകരാറായത്. ഇതോടുകൂടി തന്നെ ഹൃദ്രോഗികളെ വലയ്ക്കുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു. ഓപ്പൺ ഹാർട്ട് സർജറി അടക്കം നടക്കേണ്ടതാണ്, അവിടെ നടക്കാൻ കഴിയാത്ത നിലയിലേക്ക് എത്തി. കഴിഞ്ഞ 2 മാസമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ഇതാണ്. ഇത്തരത്തിൽ ഈ വാർഡ് ഓപ്പറേഷൻ തിയേറ്റർ, കാർഡിയോ തൊറാസിക് വാർഡിലെ ഓപ്പറേഷൻ തിയേറ്റർ പൂട്ടിക്കിടക്കുന്ന നിലയിലാണ്. AC സംവിധാനം എന്ന് പറയുന്നത് അത് AC സംവിധാനം മറ്റ് ഇൻഫെക്ഷനുകളൊന്നും ഉണ്ടാകാതിരിക്കാനും അതോടൊപ്പം തന്നെ ഈ മറ്റ് ക്രമീകരണങ്ങളടക്കം നടത്തുവാനും രോഗികളുടെ ആരോഗ്യം പരിപാലിക്കാനും അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ AC സംവിധാനം അവിടെ ഏർപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള AC സംവിധാനമാണ് തകരാറിലായത്. 2 മാസമായി തകരാറിലായിട്ട് പോലും അതിനെ ആ സംവിധാനത്തെ നടപടിയെടുത്തുകൊണ്ട് അത് പൂർണ്ണ സജ്ജമാക്കുന്ന നിലയിലേക്ക് ഇതുവരെ ആരോഗ്യ രംഗത്തെ അധികൃതർ, മെഡിക്കൽ കോളേജ് അധികൃതർ തയ്യാറായിട്ടില്ല. ആ വാർഡ് തന്നെ പൂട്ടിയിടുന്ന നിലയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 250 മുതൽ 300 ശസ്ത്രക്രിയകളടക്കം വരെ നടക്കുന്നതാണ്. ഓപ്പൺ ഹാർട്ട് സർജറികളടക്കം നടക്കുന്ന ഒരു മെഡിക്കൽ കോളേജിൻ്റെ നിലവിലെ അവസ്ഥയാണ്. നിരവധി രോഗികൾ ഇത്തരത്തിൽ വലയുന്നൊരു സാഹചര്യമുണ്ട്. അവർ ടോക്കൺ എടുത്തിട്ട് പോലും ഈ സർജറികൾ നടത്താൻ കഴിയാതെ ക്യൂ നിൽക്കുന്നൊരവസ്ഥ. ആ ഒരു അവസ്ഥയിലൂടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കടന്നു പോകുന്നത്. അധികൃതരുടെ കടുത്ത അനാസ്ഥയെന്ന് വേണം നമുക്ക് പറയാൻ. നമുക്ക് അറിയാം, നേരത്തെ ഇത്തരത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല. ഒരു ഡോക്ടർ തന്നെ തുറന്നു പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്വന്തം ചിലവിന് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങിയാണ് നിലവിൽ താൻ ഓപ്പറേഷൻ അടക്കം നടത്തുന്നത് എന്നൊരു ഡോക്ടർക്ക് തുറന്നു പറയുന്ന അവസ്ഥ വന്നിരുന്നു. അതുപോലെ നിരവധി പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഈ അടുത്ത കാലത്ത് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിരവധി പേരാണ് ഇത്തരത്തിൽ ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലം മരണപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. പ്രസവ ശസ്ത്രക്രിയയ്ക്ക് തുടർന്നൊരു യുവതി മരണപ്പെട്ടു പോയിട്ട് 2 മാസങ്ങൾ മാത്രമാണ് പിന്നിടുന്നത്. ഇത്തരത്തിൽ അനാസ്ഥകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിരന്തരം ഉണ്ടാകുകയാണ്. അപ്പോഴും ആരോഗ്യ കേരളം നമ്പർ 1 ആണെന്നുള്ള തള്ള് മാത്രമാണ് ആരോഗ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും പറയാനുള്ളത്. എന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമുക്കറിയാം, കേരളത്തിലെ തന്നെ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് പല ശസ്ത്രക്രിയകളടക്കം നടത്തേണ്ട ഒരു മെഡിക്കൽ കോളേജ്. വിദേശത്തു നിന്നടക്കം ആളുകൾ ചികിത്സ തേടിയെത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും മേജറായിട്ടുള്ള അസുഖങ്ങൾക്കടക്കം സമീപിക്കുന്നതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. അങ്ങനെയുള്ളൊരു മെഡിക്കൽ കോളേജാണ് ഇന്ന് ഈ നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് ഘട്ടം
ഘട്ടമായി മെഡിക്കൽ കോളേജ് തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് എത്തുന്ന സാഹചര്യമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കാര്യങ്ങൾ എടുത്തു പറഞ്ഞാലും ഇത് തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വരുന്ന വിവരമാണ് കാർഡിയോളജി വിഭാഗത്തിൽ തന്നെ ഓപ്പറേഷൻ തിയേറ്ററുകൾ 2 ഓപ്പറേഷൻ തിയേറ്ററുകളാണുള്ളത്. അതിലൊരെണ്ണമാണ് ഇത്തരത്തിൽ തകരാറിലായി മാസങ്ങൾ പിന്നിടുന്നത്. മാസങ്ങൾ പിന്നിടുമ്പോഴും അതിൻ്റെ തകരാറ് പരിഹരിക്കുവാനോ അതിനെ മറ്റ് പൂർണ്ണമായും ആ രോഗികൾക്ക് ഓപ്പറേഷൻ നടത്തുന്ന രീതിയിൽ സജ്ജീകരിക്കുവാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. തിയേറ്റർ തന്നെ പൂട്ടിയിടുന്ന ഒരവസ്ഥയാണുള്ളത്. ഇത് വലിയ രീതിയിൽ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. നമുക്കറിയാം നിരവധി പേരാണ് ഹൃദയ രോഗവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സമീപിക്കുന്നത്. അവർക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയ പ്രതിസന്ധി. 2 ഓപ്പറേഷൻ തിയേറ്ററുകളാണ് ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി അവിടെ ഉള്ളത്. അതിൽ ഒന്നടച്ചിട്ട് മാസം 2ആയി. അതിന് കാരണമാണ് ശ്രദ്ധിക്കേണ്ടത് എയർ കണ്ടീഷൻ സംവിധാനം തകരാറിലാണ് എന്ന്. മന്ത്രിയുടെ ഓഫീസിൽ എയർ കണ്ടീഷൻ സംവിധാനം തകരാറിലായാൽ എത്ര സമയമെടുക്കും അത് നന്നാക്കാൻ? അപ്പോൾ പാവങ്ങളുടെ അവസ്ഥ ദുർഗതിയിലാക്കി തുടരേണ്ടത് സർക്കാരിൻ്റെ ഒരു രീതിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് നമ്മുടെ നമ്പർ 1 ആരോഗ്യ സംവിധാനം എന്ന് പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.